ഹലോ മച്ചന്മാർ, അപ്പോൾ ഇത് നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാം പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു സോംബി വില്ലേജൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേസ് കെട്ടാനായിട്ടുള്ള സ്ഥലവും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് അതിനുള്ള റിസോഴ്സൊക്കെ ഇന്നലെ ഫുള്ള് സെറ്റാക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതാ മേലെ കാണുന്നതാണ് കേട്ടോ നമ്മളെ വില്ലേജ്. ഫുള്ള് സോംബീസാണ്. ഇന്നലെ തന്നെ നമ്മൾ പോയിട്ട് ലൂട്ടൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റ വീടിൻ്റെ ലൂട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ബ്ലാക്ക് സ്മിത്തിൻ്റെയാണ്. അപ്പോൾ ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലത്തെ ഇത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇതാണ് നമ്മൾ നോക്കിയ വീട്. അപ്പോൾ ഇതിൽ 10 ഒബ്സീഡിയനും പിന്നെ ഒരു അയൺ സ്റ്റോണും പിന്നെ മരത്തിൻ്റെ കുറച്ച് തൈകളുമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ തൈയൊക്കെ നട്ട് നമുക്ക് കുറച്ച് നല്ലവനാവും ഗൈസ്. ഇവിടെയൊക്കെ അങ്ങോട്ട് നട്ടു വെക്കാം. ഗൈസ്. ഇവിടെ പന്നീനൊക്കെ കൂട്ടിലാക്കി ഇട്ടിരിക്കണേ. നമുക്ക് നല്ല നന്മമരമാകാം ഗൈസ്. നമുക്ക് ഇവിടുത്തെ എല്ലെണ്ണത്തിന് തുറന്നു വിട്ടാം. ആക്സ് എടുത്തിട്ട് ഫുള്ള് വെട്ടിപ്പൊളിച്ചിടാം ഗൈസ് കൂടൊക്കെ. ഞങ്ങൾക്ക് സന്തോഷമായി. ഇത് അവിടെ ഒരു ആടും കൂടി ഉണ്ട്. ആ ആടിനെയും കൂടി നമുക്ക് എന്താക്കാം, പുറത്തോട്ട് ഇറക്കി വിടാം. എന്തായാലും വേറെ വീട്ടിലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇതാ 2 സോംബീസ് ഇവിടെ ഉണ്ട്. വേറെ വീട്ടിലൊന്നും ലൂട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും രാത്രിയായി വരുന്നുണ്ട് കേട്ടോ. അവിടെ സോംബീസിനെ കാണുന്നില്ല. വേറെ വീട്ടിലൊന്നും ലൂട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നേരെ വീട്ടിലേക്ക് പോകാം. നമ്മളെന്തായാലും ബേസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നമ്മളിനി ബേസിലോട്ട് പോകാം, അല്ലെങ്കിൽ സോംബീസിൻ്റെ അടി കൊണ്ട് നമ്മൾ ചാവേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ബേസ് സെറ്റാക്കേണ്ട പണിയാണ് ഫുള്ള്. മേലും തായ്ക്കാണ് ഗൈസ്. നമ്മളെ ഹങ്കറൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നേരെ ബേസ് അതാ കാണുന്നതാണ് ഗൈസ്. നമ്മളെ ബേസ് സൈഡിൽ അതാ കാണുന്നു. അപ്പോൾ എന്തായാലും നേരെ വിടാം. ഫ്രണ്ടിൽ തന്നെ ഫുള്ള് വ്യൂ ആണ്. നേരെ സൂര്യൻ അസ്തമിക്കുന്ന സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി ഇവിടെയാണ് നമ്മൾ ബേസ് സെറ്റാക്കാൻ പോകുന്നത്. ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ബേസ് സെറ്റാക്കാനുള്ള ലൂട്ട്സ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കിടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും നമ്മൾ എണീച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം ഗൈസ്. ഇന്നലെ എന്നിട്ട് ഇവിടെയൊക്കെ പുതിയ തേനീച്ചക്കൂടൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ എന്നിട്ട് ഇവിടെ നമ്മൾ ഷുഗർ ക്യാനും പിന്നെ അവിടെ കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ ലൂട്ട്സൊക്കെ എടുത്തിട്ട് വീട് പണി തുടങ്ങാം ഗൈസ്. അപ്പോൾ എന്നാലും ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് വെക്കാൻ പോവാണ്. ഇവിടെ നിന്നാണ് തുടക്കം വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഈ അറ്റത്തിൻ്റെ കുറച്ചവിടെ ഇവിടെ വരെ തന്നെ മതി. എന്തായാലും നമുക്ക് മേലേക്ക് പോകാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ആ സൈഡിലോട്ട് വെക്കാം. ഓക്കെ, 2 ഡോറാണ് നമ്മൾ വെക്കണേ. ഇവിടേക്ക് വെക്കുക, നേരെ ഇവിടെ. ആ ജസ്റ്റൊക്കെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയെന്ന് ഔട്ട്ലൈൻ വരച്ചിട്ടായിരിക്കും നമ്മൾ പൊട്ടിക്കുക. ഇവിടെ നമ്മൾ ഒരു വുഡ് വെക്കുന്നുണ്ടോ അവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് പൊട്ടിച്ചിട്ട് ഇവിടെ നമുക്കൊരു വുഡ് വെക്കണം. ഇവിടെ ആയിട്ട് പിക്കാക്സ് എടുക്കുക. പിക്കാക്സ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇവിടെ നമ്മളൊരു ഇങ്ങനെ ഒരു വുഡ് വെക്കും. ഇവിടെ അതുപോലെ തന്നെ വുഡ് വെക്കും. 4 സൈഡിലും അതേപോലെ തന്നെ നമ്മൾ വുഡ് വെച്ചിട്ട് സെറ്റാക്കും. ഓക്കെ, എന്തായാലും ഈ ബെഡ് വെച്ചുകൊടുത്തൊക്കെ അതായിരിക്കും. ഇനി എന്തായാലും ഇവിടെയും കൂടി ഒന്ന് നമുക്ക് വുഡ് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ വീടിൻ്റെ ബേസിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇത്ര ഭാഗമാണ്. ചെറിയൊരു വീടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഡോറിൻ്റെ ഒക്കെ ഒരു ബേസ് ഭാഗം. ഇതിൻ്റെ നടുക്ക് നമ്മൾ ഗ്ലാസ് വെക്കും. ഫ്രണ്ടിലപ്പുറത്തും അതുപോലെ തന്നെ നടുക്ക് ഗ്ലാസ് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്കിത് വെച്ച് തുടങ്ങാം. 1 വെച്ച് 2 3 4. ഓക്കെ, എത്ര മതി ഗൈസ്? 4 എണ്ണമാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ നേരത്തെ തന്നെ എത്തിക്കുക സ്റ്റോണ്. അപ്പോൾ നമ്മൾ ബേസ് കെട്ടിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റോൺ കയറുന്നത്. അപ്പോൾ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 2 സ്റ്റാക്കും 18 കിട്ടിയിട്ടുണ്ട് സ്റ്റോണ്. ഇപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ ബേസിലോട്ട് വിടുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇവിടത്തെയൊക്കെ ജസ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ലൂട്ടൊക്കെ ഇതിലേക്ക് മാറ്റി വെക്കാം. ആവശ്യമുള്ളത് വെച്ചിട്ട് ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. എന്നാലും ബെഡ് നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയൊക്കെ വെക്കാം ഗൈസ്. ഓക്കെ, എല്ലാം വെക്കാം. വൂള് എല്ലാം വെക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്കി പരിപാടിയിലോട്ട് എടുക്കാം. നമ്മൾ സ്റ്റോണും കൂടി ആയിരിക്കും എടുത്ത് വെച്ചേരാ. ഓക്കെ, എന്തായാലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്കിയുള്ള ബേസും കൂടി ഒന്ന് കെട്ടിയിട്ട് അതൊക്കെ നമ്മൾ റീസ്പോൺ ഒന്ന് സെറ്റാക്കണം കേട്ടോ, ബെഡ് വെച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ ചത്ത നമ്മൾ കുറഞ്ഞു കൊടുത്ത്. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ഇന്ന് ഇവിടത്തെയും കൂടി വെച്ച നമ്മൾ ബേസിൻ്റെ ഫുള്ള് പണി അങ്ങോട്ട് നമ്മൾ ഔട്ട്ലൈൻ വരച്ച ഫുള്ള് പണിയും തീരും. ബാക്കിയുള്ള വശത്തൊക്കെ നമ്മൾ എന്താക്കാൻ പോവാണ്, ഫുള്ള് ജനൽ വെക്കാൻ പോവാണ്. ഇതാണ് നമ്മളെ ബേസ്.
ഫുള്ള് ജനലും കൊണ്ടുള്ള കളിയാണ് കേട്ടോ, ചില്ലും കൊണ്ടുള്ള കളിയാണ് ഫുള്ളും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സാൻഡ് കളക്ട് ചെയ്യാനായിട്ട് പോകണം. അതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ സ്റ്റോൺ വെച്ചിട്ടില്ല, അവിടെ കണക്റ്റാക്കുന്ന രീതിയിൽ സ്റ്റോൺ വെക്കാനായിട്ടുണ്ട്. അതും കൂടി നമുക്ക് അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇത് സാൻഡ് കളക്ട് ചെയ്യാനായിട്ട് പോകണം. അവിടെ കുറച്ച് സാൻഡ് ഉണ്ട്. ഓക്കെ, ഇത് സ്റ്റോൺ ഇങ്ങനെ വെറുതെ വെക്കല്ലേ, നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. എന്തായാലും നമ്മൾ സ്റ്റോണൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സാധനമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കിട്ടണ അത്രയും നമ്മൾ ഇവിടുന്ന് പൊട്ടിച്ചെടുക്കും. ഓക്കെ, കുറച്ചേ ഉള്ളൂ ഗൈസ്. ഇപ്പം തന്നെ 5 6 വെള്ളമാണ് അവിടെയൊക്കെ. ഓക്കെ, ഇനി ഈ 3 കൂടി പൊട്ടിച്ചാൽ തീരും. ഇനി അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം, അല്ലാതെ ഇനി സാൻഡില്ലാതെ നടക്കൂല, അല്ലെങ്കിൽ ചില്ല് കിട്ടൂല ഗൈസ്. അപ്പം ഇനി ഇവിടെ ഒന്നും കൂടി ഉണ്ട്, ഇതിന് താഴോട്ട് ഇങ്ങനെ കുഴിച്ചു പോവാം. ഓക്കെ, ഇവിടെ നിന്ന് 3 കിട്ടി, 12 ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി പൊട്ടിച്ചിട്ട് മേലെ കയറാം. ഇവിടെ ഇനി പൊട്ടിച്ചാൽ വെള്ളം വരും ഗൈസ്. സാൻഡ് കിട്ടാതെ വേറെ വഴിയൊന്നുമില്ല. ഇവിടെ സൈഡിലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഫുഡ് എന്തായാലും നമുക്കൊന്ന് കഴിക്കാം ഗൈസ്, ഹങ്കർ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി ഇവിടെ എവിടെയെങ്കിലും സാൻഡ് ഉണ്ടോ നോക്കാം. സാൻഡ് വേറെ എവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി സാൻഡ് കിട്ടാൻ ഭയങ്കര പണി ഗൈസ്. ഇവിടെ നിന്ന് 14 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. ഇവിടെ നിന്ന് വേറെ എവിടെ ഇല്ല ഗൈസ്, ഇവിടെ ഒറ്റൊന്നുള്ളൂ. ഇത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഐസാറിന് കുടുങ്ങാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതൊന്നും സാൻഡല്ല ഗൈസ്, ഫുള്ള് ഡയറക്റ്റാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തപ്പിയിട്ട് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കാം, നമ്മളെ ബേസിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോയി നോക്കാം. ഷീപ്പിനൊക്കെ നമ്മൾ തള്ളിക്കൊണ്ടുപോണ്. നമ്മൾ ഇവിടുന്ന് വീട് നോക്കുമ്പോൾ കുറച്ചൊക്കെ ലുക്ക് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലായ ഷുഗർ ക്യാനൊക്കെ വെച്ചത് കൊണ്ട് നമ്മളെ വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമ്മളെ സാൻഡ് ഉണ്ട് കേട്ടോ. 2 സ്ഥലത്തായിട്ട് സാൻഡ് ഉണ്ട്. അതാ അവിടെ ആയിട്ടും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് തോനുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഈ തോനുള്ളത് ഫുള്ള് മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട കിട്ടും തോന്നുന്നുണ്ട്. എന്തായാലും ഫുള്ള് നമുക്ക് അങ്ങോട്ടേക്ക് പൊട്ടിച്ചെടുക്കാം ഗൈസ്. ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്, ഒന്നും പ്രശ്നമല്ല. നമ്മളെന്തായാലും ഫുള്ള് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 24 ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി പൊട്ടിക്കാനായിട്ടുണ്ട്. അതും കൂടി പൊട്ടിച്ചാൽ ഒരു 30 കിട്ടും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് 30 ആക്കിയിട്ട് അവിടെ വെക്കാനായിട്ട് പോവാം. എന്തായാലും 30 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നീന്തിയിട്ട് നമ്മളെ ബേസിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് ഫർണിച്ചറിൽ വെക്കാം. 30 കൂടി ഉരുകാനായിട്ട് വെക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ അടുപ്പ് ഇവിടെ ഗൈസ് ജസ്റ്റിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ജസ്റ്റിലല്ലോ, ഇപ്പുറത്തെ ജസ്റ്റിൽ. ഓക്കെ, 2 ഉണ്ട്. ഈ 2 എടുക്കാം. ഇവിടെ വെക്കാം ഗൈസ് 2. എന്നിട്ട് ഇതിലൊന്നിൽ ഇത് വെക്കാം. 4 കോളേ ഉള്ളൂ. ഇതിലൊരിക്കൽ തീരും തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതും കൂടി മൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ മൈൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ആ വാട്ടർ സോംബി നമ്മളെ ട്രൈഡൻറ്റ് വിറ്റ് കൊന്ന്. അപ്പോൾ എന്തായാലും ഇനി വെള്ളത്തിൽ കൂടെ അല്ലേ, നമ്മൾ മേലെ കൂടെ തന്നെ വഴി ഉണ്ടാക്കി പോവാണ്. ഇലയൊക്കെ വെട്ടിയിട്ടാണ് ഗൈസ് പോണേ. ഓക്കെ, നമ്മളെ ലൂട്ടൊക്കെ താഴുണ്ട്, ഫുള്ള് ലൂട്ട് ഗൈസ്. നമ്മളെ സോഡ് കാണില്ല. അതാ വെള്ളത്തിൻ്റെ നടുക്കൊക്കെ ഇവിടുത്തെ ഈ ഡേട്ടേ ഉള്ളൂ ഗൈസ് വെച്ച് പോകാൻ. ബാക്കി സ്റ്റോണാണ്, നമുക്ക് ആവശ്യമുള്ള സാധനമേ ഉള്ളൂ. എന്തായാലും മെല്ലെ മെല്ലെ വെച്ച് പോകാം. അവിടെ വരെ എത്തും തോന്നില്ല. മെല്ലെ വെച്ച് പോകും ഗൈസ്. ഡേട്ട് തീർന്ന് ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട്. നമുക്ക് എങ്ങനെയും ചാടിയിട്ട് പൊങ്ങ്. ഓക്കെ, സൈഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീന്തിയിട്ട് അപ്പുറത്തോട്ട് പോവാം. വേഗം കയറില്ലെങ്കിൽ ഇപ്പോൾ വരും. വേഗം കയറി. ഓക്കെ ഗൈസ്, കയറിയിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്തെത്തി ഗൈസ്, അതാ വരുന്നത്. എന്തായാലും നമുക്ക് ഈ സൈഡിൽ കൂടെ കയറി പോവാം. അപ്പോൾ അവൻ എത്താൻ കുറച്ച് നേരം എടുക്കും. ഗൈസ്, ഇവിടെയും സാൻഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അവിടെ പോയിട്ട് ഉരുകാൻ വെക്കാം. ഇനി നമ്മൾ പൊട്ടിക്കാൻ നിന്നാൽ നമ്മൾ ചാവും. അതുകൊണ്ട് ഈ 10 കൊണ്ട് പോയിട്ട് ഉരുകാൻ വെക്കാം. അത് തികയും തോന്നുന്നുണ്ട്. 40 അയക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി എന്തായാലും പോയിട്ട് ഫുള്ള് നമുക്ക് സെറ്റാക്കാനുള്ളതാണ്. ഓക്കെ, മറ്റേത് ഉരുക്കി തീർന്നെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതും കൂടി ഇപ്പുറത്ത് ഉരുകാൻ വെക്കാം ഗൈസ്. അതിന് വുഡില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇത് ഇവിടെ പൊട്ടിക്കാം ഗൈസ്. ഇവിടെ ഒരു വുഡുണ്ട്. ഓക്കെ, ഇത് ഫുള്ള് നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് പ്ലാങ്ക് ആക്കാം ഗൈസ്. പ്ലാങ്ക് ആക്കി കുറച്ച് തോനെ കിട്ടും. എന്തിനാടാ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എടുക്കുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഫുള്ള് ഉണ്ടാക്കിയിട്ട് ഇനി ഇവിടെ വെക്കാം. ഓക്കെ, 24 പ്ലാങ്കിൽ 10 ഉരുക വെച്ചിട്ടുണ്ട്. 14 ആയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും ഫസ്റ്റ് ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, 1 ഗൈസ്. ഇവിടെ
എത്രണ്ണ പോയതെന്ന് അറിയത്തില്ല. ബാക്കി 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഒന്നെന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഇനി ഇത് ഇവിടെ വെക്കാം. ഇവിടെ ഇനി ബാലൻസ് ഒന്നുണ്ട്, അത് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനിയും ഫുള്ളാവാനായിട്ടുണ്ട് 2 എണ്ണം. ഇപ്പം എന്തായാലും 2 എണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി ആ 2ഉം കൂടി ചില്ല് വെച്ചിട്ട് ഫുള്ള് സെറ്റാക്കാണ്ട്. എന്തായാലും ബാക്കി നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, അത് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് തോനെ വേണം ഗൈസ് അത്യാവശ്യം. ഇപ്പുറത്ത് തയ്ക്കണോ? ഇപ്പുറത്ത് വന്നേക്കുന്നുണ്ട്. ഇനിയും 2 എണ്ണം കിട്ടി. ആ 2 എണ്ണം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും ഗൈസ് ഉണ്ട് കുറേ എണ്ണം വെക്കാൻ. അതൊക്കെ എന്തായാലും നമുക്ക് വെക്കാം. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതായി 3 എണ്ണം കൂടി വെക്കാണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത പാർട്ടിലാക്കാം. അപ്പോൾ ബൈ ബൈ.